വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഈ ഒരു പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. നമ്മൾ ലില്ലി പൂക്കൾ എന്ന് വിളിക്കുന്ന ആ ഒരു പൂവാണിത്. പക്ഷേ പലരും ഇതിനെ പല പേരിലാണ് വിളിക്കുക. ചിലരിതിനെ മെയ് മാസ പുലരി എന്ന് വിളിക്കും, ചിലർ മെയ് ഫ്ലവർ എന്ന് വിളിക്കും, ചിലർ ഏപ്രിൽ ലില്ലി എന്ന് വിളിക്കും. അങ്ങനെ പല പല പേരുകളുണ്ട്. എന്തായാലും ഏപ്രിലും മെയ്യിലൊന്നല്ല, ഇപ്പോൾ ഇത് മാർച്ചിൽ തന്നെ പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട് നിറയെ. ഒരു നല്ല വേനൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് വിരിഞ്ഞിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അത് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗാണെങ്കിൽ കൂടി വലിയൊരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് കേട്ടോ. അതെന്തായാലും അമ്മ പറയട്ടെ. അപ്പോൾ ഒരു സന്തോഷ വാർത്ത, ഞങ്ങളൊരു വൃന്ദാവന യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഒരുപാട് വർഷങ്ങളായി മനസ്സിൽ ഉള്ള ഒരു മോഹമായിരുന്നു, അതിപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഒരു 5 ആചാര്യന്മാരുടെ കൂടെ വലിയൊരു ടീമായിട്ട് നമ്മൾ ഒരു യാത്ര പോയി വരാം. അതെ, അപ്പൊ ഇനി കുറച്ച് ദിവസം 12 ദിവസത്തെ യാത്ര, വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പിന്നാലെ വരും. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പക്ഷെ ഒട്ടും വിചാരിക്കാണ്ട് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാവരും 3 മാസം മുന്നേ ബുക്ക് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടാണ് ഒരു തീരുമാനം വന്നത്. അതെ, അപ്പോൾ അമ്മ ഒറ്റയ്ക്കല്ല കേട്ടോ. അല്ല, ഞങ്ങൾ കുടുംബസമേതം സ്ത്രീകള് പെൺപടയിട്ടാണ്. അപ്പൊ ഞങ്ങളൊക്കെ പിന്നെന്താണ്, മക്കൾക്ക് സ്കൂളുണ്ടല്ലോ, അല്ലെങ്കിൽ പോരായിരുന്നു. കയ്യൊന്ന് കാണിക്കൂ. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കുപ്പിവളൊക്കെ. കാരണം സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് യാത്ര ഉപേക്ഷിച്ചു. അതെ, യാത്ര ചെയ്യുന്ന നാട്ടിലിപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇനി പോയി വന്നിട്ടൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ കാണാം. അപ്പൊ വൃന്ദാവന യാത്രയ്ക്ക് വരുന്നതാണ്. അതെ, കുറേ കാലമായിട്ട് അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ വൃന്ദാവനം പോയി കാണണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരവസരം അമ്മയ്ക്ക് വന്ന സമയത്ത് അത് അമ്മമ്മേനെയും കൂട്ടി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മമ്മയും പറഞ്ഞു ഓക്കെ വരാൻ ഞാൻ ഓക്കെയാണ് എന്നുള്ളത്. പിന്നെ ആരോഗ്യമൊന്നും പ്രശ്നമില്ല, അമ്മമ്മ പോകാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചെറിയമ്മേനെ വിളിച്ചു, ചേച്ചീനെ. അപ്പോൾ ചെറിയമ്മേനെ വിളിച്ചപ്പോൾ ചെറിയമ്മ ഓക്കെയാണ്. അതുപോലെ തന്നെ അമ്മായിനെ വിളിച്ചു, അമ്മായി ഓക്കെയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ടാണ് വൃന്ദാവന യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു യാത്രയുടെ കാഴ്ചകളൊക്കെയാണ് പോവാൻ വേണ്ടി റെഡി ആവുന്നതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണിത്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നുള്ള ഒരു തീരുമാനം, പെട്ടെന്നുള്ളൊരു യാത്ര, അങ്ങനെയൊക്കെയാണ്. എനിക്കും പോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് എക്സാമും ഒക്കെ നടക്കുന്ന സമയമല്ലേ. ഈ ഒരു സമയത്ത് ഇത്രയും ദിവസത്തെ ഒരു യാത്ര എനിക്ക് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും കുട്ടികളും വീട്ടിലുണ്ട്. അതുപോലെ തന്നെ അച്ഛനും പോയിട്ടില്ല, അമ്മയും അമ്മമ്മയാണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ യാത്രയ്ക്കൊക്കെ എപ്പോഴും ചുരിദാറാണ് സുഖം. അപ്പോൾ അമ്മയ്ക്കും ചുരിദാറുകളൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടി ഏതൊക്കെയാണ് നനയ്ക്കേണ്ടത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 2 ആഴ്ചയോളം വരുന്ന ഒരു യാത്രയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ നമ്മളെന്നെ ഇങ്ങനെ ഏൽപ്പിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. പാറുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ അമ്മമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ജോലി ചെയ്യണം, ഇത് ചെയ്യണം. അതായത് ഒരു ചെടിയുണ്ട്, അമ്മമ്മ ഭയങ്കര 1-2 ചെടികൾ അമ്മമ്മ അങ്ങനെ ഭയങ്കര കാത്ത് സൂക്ഷിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചെടികൾ. അപ്പോൾ അതിന് ബാക്കി എല്ലാറ്റിനും വെള്ളം ഒഴിക്കാൻ മറന്നാലും ഇതിന് വെള്ളം ഒഴിക്കാൻ മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിനെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണണമൊക്കെ. കാരണം അത് മറക്കരുത് കേട്ടോ, ദിവസേന ഒഴിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്മമ്മ ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, വിളക്ക് കൊളുത്തൽ, ദിവസേനയുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാറുവിനെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്യാറുള്ളത് പാറുവാണ് കേട്ടോ. അപ്പോൾ അത് ടൈമിനനുസരിച്ച് കറക്റ്റായിട്ട് അവൾ ചെയ്തോളും. അപ്പോൾ അതെല്ലാം പാറുവിനെ നല്ലതായി വൃത്തിക്ക് പറഞ്ഞ് ഏൽപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ യാത്രയ്ക്കുള്ള ദിവസം വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തേക്കുള്ള ഫുഡ് വേണം. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസത്തേക്കുള്ള ഫുഡ് എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. പൂച്ചയ്ക്കാണ് വലിയ വിഷമം എന്നറിയാം. പൂച്ചയ്ക്ക് പാല് കിട്ടില്ലല്ലോ എന്നുള്ള വിഷമം. കാണല്ലേ. അപ്പൊ പോവാണ് വൃന്ദാവനത്തേക്ക് അല്ലേ? വൃന്ദാവനത്തിലെ രാധാറാണിയും കൃഷ്ണനും കാണാൻ വൃന്ദാവനത്തിലേക്ക് രാധ അങ്ങോട്ട് പോവാണ്. അതന്നെ. അപ്പൊ ഇനി അതെ, രാധ കൃഷ്ണനെ കാണാൻ പോവാണ്. രാധ കൃഷ്ണനെക്കാട്ടിലും പ്രാധാന്യം രാധയ്ക്കാ.
പിന്നെ ആണോ? എന്തായാലും വൃന്ദാവനം കാണാനുള്ളൊരു ഭാഗ്യം അതെ. കണ്ടുവരി. അമ്മമ്മയ്ക്കാണെച്ചെങ്കിൽ സംസാരിക്കുമ്പോഴേക്കും വിഷമം വരികയാണ് കേട്ടോ. വിഷമം വരികയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സിലിങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവുമല്ലേ, പക്ഷെ അത് പുറത്ത് പറയാത്തത്. പക്ഷെ അതങ്ങനെ ദൈവമായിട്ട് നടത്തി തരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോവാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമ്മ വലിയൊരു കൃഷ്ണഭക്തിയാണ്. അമ്മമ്മ ഒരുപാട് പ്രാർത്ഥിക്കും, ദൈവത്തിനെ വിളിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോൾ നോക്കിയാലും. എന്ത് കാര്യത്തിനും, നല്ലതാണെച്ചെങ്കിലും ചീത്തയാണെച്ചെങ്കിലും എന്ത് കാര്യത്തിനും ദൈവത്തിനെ വിളിക്കുന്ന ഒരാളാണ് അമ്മമ്മ. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. എപ്പോഴും എന്തിനെ പറ്റി സംസാരിക്കുമ്പോഴും ദൈവഭക്തി ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് കേട്ടോ അമ്മമ്മയ്ക്ക്. അപ്പോൾ അമ്മമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ ആ ഒരു മണ്ണിലേക്ക് അവിടേക്ക് പോവാന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മമ്മ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇടറിയിട്ടാണ് എപ്പോഴും സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി പറയുമ്പോഴേ ആ ഒരു ഫീലാണ്. ശരി. അപ്പോൾ വരും അമ്മ, ഇപ്പോൾ വരും. Room number 16. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ലൊരു യാത്രയൊക്കെ പോവല്ലേ, അപ്പോൾ ഒന്ന് കൊണ്ടുപോയി യാത്രയൊക്കെ ആക്കിയിട്ട് വരാം എന്ന് കരുതിയിട്ട് ഞാനും പോയി. അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു ടീം മൊത്തത്തിലാണ് പോകുന്നത്. അമ്മ ഓൾറെഡി പറഞ്ഞല്ലോ, 5 ആചാര്യന്മാർ ഒരുമിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ അവരുടെ എല്ലാ ടിക്കറ്റും എല്ലാം സംഭവങ്ങളെല്ലാം റെഡിയാക്കി നമ്മളെല്ലാം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സാണ്, അറിയാലോ അല്ലേ. അപ്പോൾ അതിൽ പോകുന്നത് അമ്മമ്മയും അതുപോലെ ചെറിയമ്മയും അമ്മായിയും, പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളും കൂടെ ഉണ്ട് അതിൽ. അതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയമ്മയുടെ മോനുണ്ടല്ലോ ദിനുവിൻ്റെ വൈഫുണ്ട്, ആതിരയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇവർ 5 പേരാണ് ഈ ഒരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ്. അപ്പോൾ യാത്രയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതൊരു എന്താ പറയുക, ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയാമല്ലേ. കൃഷ്ണൻ്റെ അടുത്തേക്ക് കൃഷ്ണനെ കാണാൻ വേണ്ടി പോവാന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ 2 ആഴ്ച നമ്മൾ മാത്രമാണ് വീട്ടിൽ എന്നുള്ള ആ ഒരു ചെറിയൊരു വിഷമം മാത്രമുണ്ട്. കാരണം എല്ലാവരും കൂടെ ഉള്ള വീട്ടിൽ നിന്ന് ഇവരൊക്കെ പോയി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അമ്മമ്മയൊക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അതാണ് ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് വൃന്ദാവനത്തേക്ക് പോകുന്ന 5 പേര്. Train number 12617 from വെള്ളത്തിന്റെ ബോട്ടിലുണ്ട് അവിടെ. വെറും 5 മിനിറ്റാണ് ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം കയറ്റി ആളുകളെല്ലാവരും കയറി അങ്ങനെ വലിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് സുഖമായിട്ട് പോയിട്ട് വരട്ടെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കാണുന്നവരേക്കും, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.